നമസ്കാരം, എല്ലാവർക്കും സമയം മലയാളത്തിലേക്ക് സ്വാഗതം. കുപ്പികൾ ഉപയോഗിച്ചും ടിന്നുകൾ ഉപയോഗിച്ചും ഒരുപാട് ക്രാഫ്റ്റുകൾ നമ്മൾ ചെയ്യാറുണ്ട്. പെയിന്റ് ചെയ്തോ സ്റ്റിക്കേഴ്സ് ഒട്ടിച്ചോ ഒക്കെയാണ് ഇതിൽ പലതും നമ്മൾ അലങ്കരിക്കാറ്. ഇന്ന് കുറച്ചുകൂടെ വ്യത്യസ്തമായി ചിരട്ട ഉപയോഗിച്ച് ഒരു ക്രാഫ്റ്റ് ചെയ്താലോ? അതിനായി കാർഡ്ബോർഡ് ടിൻ, ചിരട്ട, പെയിന്റ്, പശ, കത്രിക എന്നിവയാണ് നമുക്ക് ആവശ്യമുള്ളത്. ഇനി ഇത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഇത് തയ്യാറാക്കാനായിട്ട് ഒരു കാർഡ്ബോർഡ് ടിൻ എടുക്കുക, അല്ലെന്നുണ്ടെങ്കിൽ ഒരു കാർഡ്ബോർഡ് റോൾ ആയാലും മതി. ഇത് ആവശ്യമുള്ള വലിപ്പത്തിൽ മുറിച്ചു വേണം എടുക്കാനായിട്ട്. ഇവിടെ ആവശ്യമുള്ള വലിപ്പത്തിൽ ഒരു ടിൻ എടുത്തിട്ടുണ്ട്. അടുത്തതായി ഒരു ചിരട്ട എടുത്ത് അത് ഇതുപോലെ പൊട്ടിച്ചെടുക്കുക. കുറച്ച് ചെറിയ കഷ്ണങ്ങളായി ഇതുപോലെ വേണം എടുക്കാനായിട്ട്. ഇവിടെ കുറച്ചധികം ചിരട്ടയുടെ കഷ്ണങ്ങൾ നമ്മൾ എടുത്തിട്ടുണ്ട്. അടുത്തതായി എടുത്തു വച്ചിരിക്കുന്ന കാർഡ്ബോർഡ് ടിന്നിൽ കറുത്ത പെയിന്റ് പുറത്തായിട്ട് ഇതുപോലെ അടിച്ചു കൊടുക്കുക. അത് നന്നായി ഉണങ്ങിയ ശേഷം കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്ന ചിരട്ടകൾ എടുക്കാം. ഈ ചിരട്ടയുടെ കഷ്ണങ്ങൾ ഓരോന്നായി ഈ ടിന്നിന്റെ പുറത്ത് പശ തേച്ച് ഒട്ടിച്ചു കൊടുക്കണം. കണ്ടില്ലേ, ഇവിടെ വളരെ മനോഹരമായി ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ ചിരട്ട കൊണ്ട് തയ്യാറാക്കിയ ടിൻ ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി ഇത് നമുക്ക് 3 രീതിയിൽ ഉപയോഗിക്കാവുന്നതാണ്. വീടിനകത്ത് വെക്കാനായിട്ട് ഇതുപോലെ ആർട്ടിഫിഷ്യൽ പൂക്കൾ വെച്ച് കൊടുക്കാവുന്നതാണിതില്. പേപ്പർ ഉപയോഗിച്ച് തയ്യാറാക്കിയ പൂക്കളാണ് ഇതിൽ വെച്ചിരിക്കുന്നത്. ഷോക്കേസിലൊക്കെ ഇത് വെക്കാവുന്നതാണ്. വളരെ ഭംഗിയായിരിക്കും. അടുത്തതായിട്ട് മണ്ണ് നിറച്ച് ചെടികൾ ഇതിനകത്ത് നട്ട് പുറത്തു വെക്കാനാകും. പൂന്തോട്ടത്തിന് കൂടുതൽ ഭംഗി കിട്ടാനായിട്ട് ഇങ്ങനെ ചെയ്യാവുന്നതാണ്. കാണാൻ നല്ല ഭംഗിയാകും. മൂന്നാമതായിട്ട് ഒരു കുപ്പിയിൽ വെള്ളം നിറച്ച ശേഷം ഈ കുപ്പി നമ്മൾ തയ്യാറാക്കിയ ചിരട്ട കൊണ്ടുള്ള പോട്ടിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. ഇതിങ്ങനെ കുപ്പി എടുത്ത് പുറത്താക്കിയ ശേഷം ആവശ്യമുള്ള സമയത്ത് വെള്ളം മാറ്റാവുന്നതാണ്. കണ്ടില്ലേ, എങ്ങനെ വേണമെങ്കിലും ഇത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി സമയം മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.